ഒക്കെ വേണോ? വേണ്ട. അതെ, ഉം. ഞാനൊരു ബിസിനസ് ചെയ്താലോ എന്നൊരു ആലോചന എനിക്ക്. അങ്ങനെയാണ് നീ പണ്ട് ചെയ്ത ഹെയർ ഓയിലിന്റെ ബിസിനസ് ഇല്ലേ, അത് അപ്പൊ ചെയ്തൂടെ? അതൊക്കെ ഇപ്പൊ ചെയ്യാൻ നല്ല എക്സ്പെൻസീവ് അല്ലേ? ഷോപ്പ് എടുക്കണം, അത് ഡിപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ. പക്ഷെ അത് പണ്ട് അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം ഗവൺമെന്റ് ഒരു അടിപൊളി സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താ സംഭവം? നമ്മളെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഒരു പകുതി ശതമാനം നമുക്ക് വീട്ടിൽ 50% നമുക്ക് ഷോപ്പായിട്ടൊക്കെ യൂസ് ചെയ്യാം. ആ ആ ആ. ലൈസൻസ് എടുക്കാൻ എല്ലാ സംഭവം ചെയ്യാം. അപ്പൊ അതൊന്ന് നമുക്ക് അപ്പൊ നോക്കിയാലോ? നീ പണ്ട് ചെയ്ത സംഭവേ നിനക്ക് ഇവിടെ ചെയ്യാൻ പറ്റും, ഓൺലൈനിൽ എല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമുക്ക് അപ്പൊ നോക്കാം. ഡീറ്റെയിൽസ് നിങ്ങൾ കൂടി പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ വീടിന്റെ 50% നമുക്ക് ബിസിനസ്സിനായി യൂസ് ചെയ്യാൻ പറ്റും. ഗവൺമെന്റ് ഇങ്ങനെ ഒരു അടിപൊളി നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര പേർക്ക് ഇത് അറിയാൻ പറ്റും? നമുക്ക് ഇതിന്റെ പേരിൽ തന്നെ നമുക്ക് GSTയും അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ടും നമുക്ക് എല്ലാ ലൈസൻസും ഇനി നിങ്ങൾ ഓൺലൈനിലൊക്കെ സെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ സൈറ്റുകളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ചൈന പോലത്തെ കൺട്രി ഒക്കെ ഇത് ആദ്യമേ ഡെവലപ്പ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഈ ചൈനയിലൊക്കെ കോമ്പോണന്റ് ഉണ്ടാക്കുന്ന ഒരുപാട് ഇലക്ട്രോണിക് സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവിടെ ഭയങ്കരമായിട്ട് വിജയം ഉണ്ടായത്.